ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഇപ്പം ഈ കൊണ്ട ചൂടല്ലേ നാട്ടിൽ എല്ലായിടത്തും ഇതാണ് പ്രശ്നം. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെല്ലാ പള്ളികളിലൊന്നും ഇപ്പം എന്തായിട്ടില്ല, AC അങ്ങനെ അങ്ങോട്ട് വന്നിട്ടില്ല. AC ഉള്ള പള്ളികളപ്പം ഒന്നും പറയണില്ല. AC ഉള്ളിടത്തൊക്കെ ജുമാക്കൊക്കെ, ഞാൻ ജുമാനെ പറ്റി പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ നട്ടുച്ചേരത്ത് പള്ളി കയറിക്കണം. മിക്ക പള്ളികളും എന്താ പറയുക, ടെറസ് വാർത്ത ബിൽഡിങ്ങിൻ്റെ കെട്ടിടമല്ലേ ഇപ്പോൾ ഇത്. നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ജുമായുടെ ഖുതുബ അതിൻ്റെ ദൈർഘ്യം പരമാവധി എന്ന് വെച്ചാൽ ഏറ്റവും പരമാവധി കുറച്ചിട്ട്, പിന്നെ ഈ ജുമാൻ്റെ മുമ്പുള്ള ഖുതുബൻ്റെ മുമ്പുള്ള മലയാള പ്രസംഗമൊക്കെ അവസാനിപ്പിച്ചിട്ട് എത്രയും നമ്മളിപ്പോൾ അത് നമുക്ക് അനുഭവം ഉണ്ടല്ലോ. ഇപ്പോൾ കൊറോണ സമയത്ത് നമ്മൾ എത്ര ചെറിയ നിസ്കാരം നിസ്കരിച്ച് ജുമ എത്ര ചുരുക്കിയിരുന്നു, ഖുതുബ ചുരുക്കിയിരുന്നു. എത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നത്തായ സൂറത്തുകൾ വരെ ഒഴിവാക്കിയിട്ട് നമ്മൾ ചെറിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിച്ചത്. അതുപോലൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ചൂടത്ത്. കുറച്ചാൾക്ക് സാവകാശം ഇപ്പം ചെയ്യാൻ. കാരണം നമ്മൾ ചെറുപ്പക്കാർ മാത്രമല്ലല്ലോ, വയസ്സായ ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ ജുമാ മുടങ്ങായിരുന്നു. ഇപ്പം എൻ്റെ വാപ്പ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷേ ജുമാ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആരെങ്കിലുമൊക്കെ വണ്ടിയുടെ പുറത്തൊക്കെ വലിച്ചിട്ടൊക്കെ ഈ പള്ളിക്കൾക്ക് വരുന്നത്. ഭയങ്കര ചൂടും. പിന്നെ ചില പള്ളികളൊക്കെ വെച്ചാൽ ഇപ്പോഴും മറ്റതിന് അല്ല, അത് കൺസ്ട്രക്ഷൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഷീറ്റിട്ടതും മറ്റതൊക്കെയാണ് നല്ല ഉരുകി ഒലിക്കുന്നു. അപ്പോൾ ഈ സമയമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഖത്തീബന്മാർ എന്ത് ചെയ്യണം, ജുമാ ഇപ്പോൾ സുന്നത്തായ സൂറത്തുകൾ ഒഴിവാക്കിയാലും വേണ്ടുന്നില്ല, കാഫിറൂൻ ഇഖ്ലാസ് ഓതി നിസ്കരിക്കേണ്ടി വരും. അത് ബാക്കിയുള്ളതൊക്കെ വീട്ടിൽ പോയി ചൊല്ലിക്കോ ദിക്റിക്കോ എന്ന് പറയേണ്ടി വരും. അത് പിന്നെ ദുആ കൊണ്ടും മറ്റുള്ളത് കൊണ്ടൊക്കെ നീട്ടി വലിച്ചിട്ട് എല്ലാം നമുക്ക് ചെയ്യാനുള്ളതും ഇതെല്ലാം നമ്മൾ ചെയ്തു വന്നിരുന്ന സംഗതികളൊക്കെ തന്നെയാണ്. പക്ഷേ നിവൃത്തിയില്ല. നമ്മൾ അത് കിതാബുകളിലും ഹദീസിലൊക്കെ ഉള്ള കൂട്ടത്തിലുള്ള വൃദ്ധന്മാരെ പരിഗണിക്കണ്ടേ, കുട്ടികളെ പരിഗണിക്കണ്ടേ. ആ സമയത്ത് പരമാവധി ഖുതുബ ചെറുതാക്കി നിസ്കരിക്കൽ തന്നെയാണ് ഇവിടെ അഭികാമ്യം. പിന്നെ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സ്ഥാപനങ്ങൾ, നമ്മുടെ ഈ സ്ഥാപനങ്ങൾ മിക്ക സ്ഥാപനങ്ങളിൽ ഇപ്പോൾ AC ഉള്ള അങ്ങനെ 3 സ്റ്റാർ 5 സ്റ്റാർ ലെവലൊന്നുമില്ല. ഇപ്പോൾ പള്ളികൾ, ദർസുകൾ, അതുപോലെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഈ ഇപ്പോൾ പവർ കട്ട് ലോഡ് ഷെഡിങ്ങും വെച്ചിട്ടുണ്ട്. ഈ അട്ടപ്പാറ വെയിലത്ത് ചൂടത്ത് കുട്ടികൾ, എനിക്ക് തോന്നുന്നു സത്യത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യണം, ലീവ് പ്രഖ്യാപിക്കണം. തൽക്കാലം ഈ മാസം വേണ്ട, അത് നമുക്ക് മറ്റൊരു രൂപത്തിൽ കമ്പൻസേറ്റ് ചെയ്തെടുക്കുക. ദീനാണ്, ഓതണ്ടാണ്, കുട്ടികളാണ്, താലിമീങ്ങളാണ് ഒക്കെ ചെയ്യും. പക്ഷെ അവർക്ക് സാധിക്കണ്ടേ? കേട്ടും അറിഞ്ഞും വായിച്ചും മനസ്സിലാക്കുന്ന വാർത്തകളൊന്നും നമുക്ക് സന്തോഷം നൽകുന്നില്ല. ഇത്രയും ചൂട്, ഇത്രയും ഉഷ്ണത്തിൽ കുട്ടികൾക്ക് എന്ത് തലേ കയറാനാ? ഉസ്താദുമാരും ബാക്കിയുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ഥാപനം നടത്തിപ്പുകാരെന്ത് ചെയ്യണം, അത് ഈ മാസം പോട്ടെ നോക്കണം. ഏപ്രിൽ ഇപ്പം എന്തായാലും തീർന്നു, മെയ് മാസവും പോട്ടെ. തൽക്കാലം കുട്ടികൾ അവരവരെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ ചൂടില്ലെന്ന് ചോദിക്കും. അത് അവർ ഇതുപോലെ അല്ലല്ലോ, ഇതെത്ര പ്രയാസമുണ്ട്. വെള്ളം കുടിക്കാൻ, കുളിക്കാൻ, ആ കിടപ്പ് അറിയാം. സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങൾ ആരെങ്കിലും മക്കളോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിനോട് അവർ യോജിക്കും, ആ കുട്ടികൾ യോജിക്കും, അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും യോജിക്കും. പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നൊരു വിഷയമല്ല. ഇതിനു മുമ്പ് ഇമാം ഷാഫി തങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടില്ല, ഇമാം അബു ഹനീഫ, അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് വരണ്ട. അത് പറയുന്ന കുറേ ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. അവർ സത്യം പറഞ്ഞാൽ മക്കൾ പോലും ഉണ്ടാവില്ല ഈ ഹംകിങ്ങൾക്ക്. അവരാണ് ഈ പറയുന്നത്. മക്കളുള്ളവർ, മക്കളെ നൊന്തു പറ്റി വളർത്തിയവർ, അല്ലെങ്കിൽ മക്കളുടെ ഫീലിങ്സ് അറിയുന്നവർ, അല്ലെങ്കിൽ അതുപോലെ ഉസ്താദുമാരുടെ ഫീലിങ്സ് അറിയുന്നവർക്ക് അറിയാൻ പറ്റും. അത് വലിയ പാട് തന്നെയാണ് ഈ ചൂടത്ത്. രാത്രി ഓരോ ഷർട്ട് ഊരിയിട്ടും എന്തൊക്കെ ചെയ്യാൻ. അപ്പം ഈ പഠിച്ചത് അല്ലേ കയറണ്ടേ? അങ്ങനെ എല്ലായിടത്തും അതൊന്നും നമുക്ക് പ്രാപ്യമായ സംഗതിയല്ല. റൂമിലും എല്ലാ ഹാളിലും ഒക്കെ വെച്ചിട്ട്, ദർസ് ഹാളിൽ വെച്ചിടാൻ, കുട്ടികൾ താമസിക്കുന്ന റൂമിൽ ഇതൊന്നും പറ്റുന്ന കാര്യമില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഈ ഒരു ഏപ്രിൽ മാസവും മെയ് മാസവും, ഏപ്രിൽ ഇപ്പോൾ തീർന്ന്, ഈ കൊടിയ ചൂടുള്ള എല്ലാ ഗവൺമെൻറ്റും എല്ലാവരും ഇതിനെപ്പറ്റിയിട്ട് ഇത്രയും അലേർട്ട് നമുക്ക് തരുമ്പോൾ നമ്മളും അതിനനുസരിച്ച് പ്രവർത്തിക്കണ്ടേ? കുട്ടികൾ സ്ഥാപനത്തിലെന്ന് കരുതിയിട്ട്.
ഇപ്പം ലീവ് പ്രഖ്യാപിച്ചിട്ട് തൽക്കാലം കുട്ടികൾ വീട്ടിലിരിക്കട്ടെ എന്ന് പറയാൻ വലിയൊരു നാളൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തുടങ്ങാൻ നോക്കണം സ്ഥാപനങ്ങളൊക്കെ. അപ്പോഴത്തേനൊരു സമാധാനമൊക്കെ കിട്ടും. പിന്നെ വേനൽ മഴ പെയ്യുകയോ അല്ലെങ്കിൽ വർഷം ആരംഭിക്കുകയോ മൺസൂൺ ആരംഭിക്കുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. 10ഉം 15ഉം കുട്ടികളൊക്കെ ഒരു ഫാനിൻ്റെ താഴെ കിടക്കുന്നത് 1-2 ഫാൻ ഉണ്ടാവും. അതന്നെ പള്ളിയിട്ട് സ്വാഭാവികമായിട്ട് പള്ളിക്ക് സീലിംഗ് ഹൈറ്റുള്ളതുകൊണ്ട് ആ ഫാനിൻ്റെ കാറ്റിട്ടാൻ തന്നെ പാടുള്ളൂ. ചെയ്യുന്നുണ്ടാവും, ഞാൻ ആരെയും നിഷേധിക്കണില്ല. ഈ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപന നടത്തിപ്പുകാരും മറ്റുള്ള നാട്ടിലെ നല്ല ആളുകളൊക്കെ ചിലപ്പോൾ ഫാനുകൾ എണ്ണം വർദ്ധിപ്പിക്കാൻ പലതും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പ്രയാസങ്ങളൊന്നുമില്ല. ഓക്കെ, എല്ലാം കൂളാണെങ്കിൽ ലബ്ധം അവർ നടത്തട്ടെ. അല്ലാത്ത സ്ഥാപനങ്ങളുണ്ടല്ലോ, ആ സ്ഥാപനങ്ങൾ കുട്ടികൾ തൽക്കാലം പോട്ടെ. ആ സബക്കുകൾ, ഈ ഒരു മാസം നഷ്ടപ്പെടുന്ന സബക്കുകൾ മറ്റൊരു രൂപത്തിൽ നമുക്ക് വീണ്ടെടുക്കാം. അത് അങ്ങനെ പ്രഖ്യാപിക്കാണ്ട് ഇപ്പോൾ എക്സാം ഉണ്ട് മറ്റത് ഇതിപ്പോൾ അങ്ങനെ പലതും ഞാൻ കേട്ട്, അതൊന്നും ഒരു ഇതല്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നത് വെച്ചാൽ മഴയത്ത് കിടന്ന നിസ്കരിക്കാനായി നമ്മുടെ ഉസ്താദ്മാരൊക്കെ അതിനു വേണ്ടി പറയുമെന്ന് വിചാരിക്കുക അല്ലേ. തൽക്കാലം എൻ്റെ അഭിപ്രായത്തിൽ ഈ 2 വിഷയമാണ്. ജുമാ വളരെയധികം ചുരുക്കാൻ പറ്റുമെങ്കിൽ ചുരുക്കുക. അതേപോലെ തന്നെ ഈ എന്താ പറയുക, കുട്ടികൾക്ക് സ്ഥാപനങ്ങൾ തൽക്കാലം AC ഒന്നും ഇല്ലാത്ത സ്ഥാപനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അവർക്ക് അവധി പ്രഖ്യാപിച്ച് അവർ വീട്ടിൽ പോയിരിക്കട്ടെ, അവരുടെ ദുനിയാവിൽ നിൽക്കട്ടെ. ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ലല്ലോ. എല്ലാം കൊണ്ട് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്, ഉഷ്ണിച്ചിട്ട്. അപ്പോൾ അതൊക്കെ വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ വിചാരം.